ഇറാൻ ഈസ് ബാക്ക് വിത്ത് മാസീവ് സ്ട്രൈക്ക്. മാസീവ് സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ മാസ് സ്ട്രൈക്ക്. അമേരിക്കയുടെ 2 മെയിൻ ഫൈറ്റർ പ്ലെയിനുകളാണ് ഇന്നലെ ഇറാന് അടിച്ചിട്ടിരിക്കുന്നത്. ഒന്ന് F-15, രണ്ടാമത് A-10. ഈ 2 ഫ്ലൈറ്റ്സും ഫൈറ്റർ ജെറ്റ് സീരീസിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇത് രണ്ടുമാണ് ഇന്നലെ ഇറാൻ അടിച്ചിട്ടിരിക്കുന്നത്. ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ ഇറാന് സ്ട്രൈക്ക് ഇപ്പം ബാക്ക് തുടങ്ങിയിരിക്കുന്നത് നമ്മുടെ KGF-ല് റോക്കി ബൈ മൂത്തമ്മ വെച്ച് പടക്കുന്നില്ലേ, കടകടകടകടകടകടേന്ന് പറഞ്ഞിട്ട് അമ്മാതിരി അടിയാണ് അടിച്ചിരിക്കുന്നത്. അതായത് ഇന്നലെ എന്നിട്ട് ഈ ഫൈറ്റർ പ്ലെയിന് ഇവർ മിസൈൽ വെച്ച് സ്ട്രൈക്ക് ചെയ്തിട്ട് താഴെ വീണപ്പോൾ പൈലറ്റ്സ് രണ്ട് ഭാഗത്തേക്ക് പോയി. ഓക്കെ, അപ്പോൾ ഇവരെ റെസ്ക്യൂ ടീം, അമേരിക്കൻ്റെ റെസ്ക്യൂ ടീം അവരുടെ ഹെലികോപ്റ്ററും മറ്റുള്ള റെസ്ക്യൂ പ്ലെയിനുമായിട്ട് വന്നപ്പോൾ അതിനെ ഗ്രൗണ്ടിൽ വെച്ചിട്ട് നോർമൽ ലോക്കൽ പോലീസ് ഷൂട്ട് ചെയ്യാണ്. അപ്പോൾ എന്താ ഇവരെ ഒരു ആംബിയന്റ് നോക്കണം. അത് ഇത് ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ ഇവർ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ട്രംപ് പറഞ്ഞിരിക്കുന്നത് യുദ്ധം 2 ദിവസം പറഞ്ഞത് യുദ്ധമൊക്കെ ഏകദേശം തീർന്നു. ഓക്കെ, ഇറാന്റെ കയ്യിലുള്ള മൊത്തം സാധനങ്ങളും നമ്മൾ ഫിനിഷാക്കി. അവരുടെ അടുത്തുള്ള ഡ്രോണും അവരുടെ അടുത്തുള്ള മിസൈലും അവരുടെ അടുത്തുള്ള മറ്റേ നിലച്ചക്രവും പിന്നെ കമ്പിത്തിരിയൊക്കെ നമ്മൾ തീർത്തു, എല്ലാം തീർന്നു. യുദ്ധം നമ്മൾ ജയിച്ചു. ഇനി വേണമെങ്കിൽ നെഗോസിയേഷൻ ടോക്കനിലായിക്കോട്ടെ. ഇനി ഹോർമൂസ് സ്ട്രെയിറ്റ് ഏകദേശം നമ്മളെ കൈമേലായിക്കഴിഞ്ഞ്. ശരിക്കും പറയാന്ന് വെച്ചാൽ ഈ യുദ്ധം എന്ന് പറഞ്ഞ ഒരു സാധനത്തിനെ ഇത്രയും കോമഡിയാക്കി മാറ്റിയത് തലക്ക് വെളിവില്ലാത്ത ഈ കളവനാന്ന് പറയേണ്ടി വരും, ട്രംപാന്ന് പറയേണ്ടി വരും. കാരണം ഓരോ ദിവസം വന്നിട്ട് ഓരോന്നല്ല പറയുന്നത്. ഹോർമൂസ് ഞങ്ങൾ പിടിച്ചടക്കി, കാർഗ് ഐലൻഡ് നമ്മളിങ്ങ് എടുക്കാൻ പോവുകയാണ്. മറ്റേ സുരേഷ് ഗോപി പറഞ്ഞ പോലെ ഞാനിങ്ങ് എടുക്കുവാണേന്ന് പറഞ്ഞ പോലെ കാർഗ് ഐലൻഡ് ഞാനിതാ എടുത്തു കഴിഞ്ഞിരിക്കുകയാണ് എന്നും. പക്ഷെ റിയാലിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അമേരിക്കൻ്റെ F-15 ചെറകൊടിഞ്ഞ കിനാവുകളായി. ഇപ്പുറത്തെ ഭാഗത്തുനിന്ന് പിന്നെ നമ്മുടെ A-10 എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലൈറ്റ് അത് വീഴുന്നു. പൈലറ്റുമാരെ കാണാനില്ല. റെസ്ക്യൂ ടീം വന്നിട്ട് റെസ്ക്യൂ ടീമിനെതിരെ നാട്ടുകാർ വെടിവെച്ചിടാൻ പോകുന്നു. അപ്പം വാട്ട് ഈസ് ഗോയിങ് ഓൺ? യുദ്ധം ഇങ്ങനെ തമാശയാക്കി മാറ്റിയത് നമ്മളാണോ അല്ലെങ്കിൽ ട്രംപാണോ? വാട്ട്സ് ഹാപ്പനിങ്? അതേസമയം തന്നെ അമേരിക്കയിൽ കളവൻ രാജാവ് രാജിവെക്കുക എന്ന് പറഞ്ഞിട്ട് നാട്ടുകാർ, ജനങ്ങൾ മൊത്തം അമേരിക്കയിൽ കഴിഞ്ഞ ദിവസം നടന്ന് 8 മില്യൺ ആൾക്കാർ പങ്കെടുത്തിട്ടുള്ള വലിയൊരു റാലിയിൽ പറയുന്നത് ഭ്രാന്തനായ രാജാവ് രാജിവെക്കുക, നമുക്ക് യുദ്ധം വേണ്ടാന്ന് ജനങ്ങൾ പറയുന്നത്. അതേസമയത്ത് അമേരിക്കൻ മിലിറ്ററിയിൽ പിരിച്ചുവിടലാണ്. അമേരിക്കൻ ഡിഫൻസ് സെക്രട്ടറി നമ്മുടെ പീറ്റർ ഹെഗ്സത്ത് പറഞ്ഞിരിക്കുന്നത് പിന്നെ 30ഓളം വലിയ പോസ്റ്റിലുള്ള ആൾക്കാരെ പിരിച്ചുവിട്ടിരിക്കുകയാണ്. കാരണം അവർക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ലെന്ന്. അവർ പറയുന്നത് വേണമെങ്കിൽ ഇസ്രായേൽ പട്ടാളക്കാരെ കൊണ്ടുപോയി കൊന്നോ, ഞങ്ങളുടെ പട്ടാളക്കാരെ കൊല്ലാൻ ഞങ്ങൾ വിടില്ലെന്നാണ് പറയുന്നത്. സോ വാട്ട്സ് ഇറ്റ്? അപ്പൊ ഈ യുദ്ധം ഇത് എങ്ങനെ പോയി നിൽക്കുന്ന പറയുന്നത്? അമേരിക്കയുടെ സ്വന്തം പട്ടാളം, അതിന്റെ ചീഫ് ഒഫീഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ പറയുന്നത് ഞങ്ങൾക്ക് ഇപ്പോ ഈ യുദ്ധത്തിൽ താല്പര്യമില്ല, അല്ലെങ്കിൽ ഈ നിങ്ങളുടെ ബിസിനസിന് വേണ്ടിയുള്ള ഈ യുദ്ധം, നിങ്ങളുടെ ലാഭക്കൊതിക്ക് വേണ്ടിയുള്ള ഈ യുദ്ധത്തിൽ ഞങ്ങളെ വലിച്ചു കൊണ്ടുപോയി ബലിയാടാക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് അമേരിക്കയുടെ ആർമി ചീഫായിട്ടുള്ള റാൻഡി ജോർജ് എഴുതി കൊടുത്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് താല്പര്യമില്ല, ഈ യുദ്ധത്തിൽ ഇറാന്റെ ടെറിട്ടറിയിൽ പോയി ബലിയാടാകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന് അയാൾ പറഞ്ഞിരിക്കുകയാണ്, ആർമി ചീഫ്. അയാളെ പുറത്താക്കി, അത് വേറെ വിഷയം. പക്ഷേ ഇതിൽ നമ്മൾ സൈക്കോളജിക്കൽ പരമായി മനസ്സിലാക്കേണ്ടത്, പേടിച്ചിരിക്കുകയാണ് അമേരിക്കൻ ജനതയും അമേരിക്കൻ പട്ടാളവും. ഇനി ഇറാനിലേക്ക് ഈ ഭ്രാന്തൻ കളവൻ ഇനി ഇറാനിലേക്കുള്ള യുദ്ധം പ്രഖ്യാപിച്ച് അവിടെ ലാൻഡ് വാറിന് പോയി കഴിഞ്ഞാൽ നഷ്ടപ്പെടാൻ പോകുന്നത്, ഇപ്പൊ 50,000 സോൾജേഴ്സ് പോയാൽ ഷുവർ ആയിട്ട് 25,000 ആൾ പോകും, ഉറപ്പാണ്. ഇറാന്റെ ഭൂമിശാസ്ത്രം അറിയുന്ന ഏതൊരു ആളും അംഗീകരിക്കുന്ന ഒരു സംഭവമാണത്. ഇറാനിൽ പോയി കഴിഞ്ഞാൽ 100 ആൾ പോയാൽ 50 ആളെ സുഖമായിട്ട് അവർക്ക് തീർക്കാൻ പറ്റും. അങ്ങനെയാണ് അവിടുത്തെ ലാൻഡിന്റെ ഘടന വരുന്നത്. ബാക്കി 50 ആളെയും കൂടി തീർക്കണമെങ്കിൽ ഇറാൻ ഒന്ന് മെനക്കെട്ടാൽ മതി. അപ്പോൾ അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് നമ്മളെ തള്ളിവിടാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാണ് അമേരിക്കയുടെ പട്ടാളം പറയുന്നത്. പിന്നെ ഇതേ അമേരിക്കയുടെ കമാൻഡ് ഇൻ ചീഫായിട്ടുള്ള റാൻഡി ജോർജ് പറയുന്നത് ഇതിന്റെ മുന്നത്തെ ഹിസ്റ്ററിയും കൂടി അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ഇറാഖിൽ കൊല്ലപ്പെട്ട ഏകദേശം 10,000-ഓളം സോൾജേഴ്സ് നഷ്ടപ്പെട്ടു. ഇറാഖിൽ ഒന്നും നടക്കില്ല, ഇറാഖിൽ അണുബോംബുണ്ട് മറ്റേതുണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ടുപോയി അവിടെയുള്ള ആൾക്കാരെ ബലിയാടാക്കി അവിടുന്ന് ഓയിൽ എടുക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്ന് പിന്നെ എല്ലാവർക്കും മനസ്സിലായി. സിറിയയിൽ ഉണ്ടായത് സെയിം സിറ്റുവേഷൻ ആണ്. ഏകദേശം 5,000-ഓളം സോൾജേഴ്സിനെ അവിടെ നഷ്ടപ്പെട്ടു. അമേരിക്കൻ സോൾജേഴ്സ് മരിക്കുന്നുണ്ട് അവിടെ. അതുപോലെ തന്നെയാണ് അഫ്ഗാനിൽ ഉണ്ടായിട്ടുള്ളത്.
ലിബിയയിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ഞങ്ങളുടെ സോൾജേഴ്സ് മരിച്ചു കഴിഞ്ഞു. ആവശ്യമില്ലാത്ത രാജ്യസുരക്ഷയെയോ അമേരിക്കയെയോ ഡയറക്റ്റ് ഒരു തരത്തിലും ബാധിക്കാത്ത ഈ കാര്യങ്ങളിൽ നിങ്ങൾ ഞങ്ങളെ കൊണ്ടുപോയി ബലിയാടാക്കുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പുണ്ടെന്നാണ് അമേരിക്കയുടെ കമാൻഡർ ഇൻ ചീഫ് പറഞ്ഞിരിക്കുന്നത്. അപ്പം തന്നെ നമ്മുടെ പിന്നെ കളവന്റെ അടിമയായിട്ടുള്ള ഒരുത്തരുണ്ടല്ലോ ആടാ, ഡിഫൻസ് സെക്രട്ടറി മറ്റേ പീറ്റെ ഹെക്സത്ത്, അതെന്ന് പറഞ്ഞാൽ ശരിക്കും ഇയാളെ ഇതാണ് ട്രംപിന്റെ ഒരു പിന്നെ ജോലിക്കാരനെ പോലെയാണ്. അല്ല അമേരിക്കൻ ഡിഫൻസ് സെക്രട്ടറി ആയിട്ട് പെരുമാറേണ്ട രീതിയിലല്ല അയാൾ പെരുമാറുന്നത്. ശരിക്കും അയാളെ ഉപദേശിച്ച് നേരെയാക്കേണ്ടത് അവനാണ്, പീറ്റെ ഹെക്സത്താണ്. പക്ഷെ അവൻ ഇയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതെല്ലാം കുരുട്ടുബുദ്ധികളും. ഇതിന്റെ ഇടയ്ക്ക് ഒരു വാർത്താ സമ്മേളനത്തിൽ ട്രംപ് തന്നെ പറഞ്ഞില്ലേ, പീറ്റെ ഹെക്സത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ യുദ്ധത്തിന് ഇറങ്ങിയത്, ഈ പെട്ടെന്ന് ജയിച്ചു വരാമെന്നായിരുന്നു ഇയാൾ പറഞ്ഞത്, പക്ഷേ ഇതിപ്പോ ഞാൻ കുടുങ്ങി. അത് അന്നേരം പറഞ്ഞ് ബ്ലെയിം ചെയ്യുന്നതാണ്, അതൊന്നല്ല. ഇയാൾ തന്നെയാണ് യുദ്ധത്തിന് ട്രംപിനെയും എരിവിരി കയറ്റി കൊടുക്കുന്നത്. കാരണം ഈ പറഞ്ഞ ആർമി ഒഫീഷ്യൽസ്, ഒന്ന് അയാള്, പിന്നെ സെക്കൻഡ് ഇൻ ചീഫ് ജനറൽ, അതുപോലെ ഒരു 30ഓളം ഹൈ റാങ്കുള്ള ഒഫീഷ്യൽസിനെയാണ് രായ്ക്ക് രാമായണം നാട് കടത്തിയിരിക്കുന്നത്. ഏർലി റിട്ടയർമെന്റ് കൊടുത്ത് പിരിച്ചുവിട്ടിരിക്കുകയാണ്. അപ്പൊ എവിടെ എത്തും ഈ യുദ്ധത്തിന്റെ സ്റ്റൈൽ? ഇനി വരാൻ പോകുന്ന ആൾക്ക് എന്ത് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്? ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 100 ആള് പോയ 50 ആളെ മരിക്കുന്നെങ്കിൽ ഇനി 100 ആള് പോയാൽ 80 ആള് ഷുവറായിട്ട് മരിക്കും. 80% ഫിനിഷ് ആവും. അതേ സമയത്ത് തന്നെ ട്രംപ് വന്നിട്ട് പറഞ്ഞു, ഞാൻ 2 ദിവസം മുമ്പുള്ള വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു, എല്ലാ യുദ്ധവും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ജയിച്ചിരിക്കുകയാണ്, ഇറാന്റെ കയ്യിലുള്ള എല്ലാ പാട്ട മിസൈലുകളും ഡ്രോണുകളും എല്ലാം തീർന്ന്, ഇനി കളി വേറെ ലെവലിലാണ്, ഞാൻ ജയിച്ചിരിക്കാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അത് പറഞ്ഞ് വായൊന്ന് പൂട്ടാൻ അയാൾക്ക് സമയം കൊടുത്തില്ല. അപ്പൊ തന്നെ ഇടുന്നു F-15 അടിച്ചിടുന്നു ഇറാൻ. അത് കുറച്ച് സമയം കഴിഞ്ഞപ്പോ A-10 അതും അടിച്ചിടുന്നു. ഇനിയും എന്നിട്ടും പറയാണ് ഞങ്ങൾ ജയിച്ചിരിക്കുകയാണ്. ഹൊർമൂസ് കിട്ടി പോലും. ഹൊർമൂസിൽ ഒരു ഇസ്രായേലിന്റെ അമേരിക്കന്റെയോ കണക്ട് ആയിട്ടുള്ള ഒരു ഷിപ്പും ഇപ്പം പോകുന്നില്ല. ദാറ്റ് ഇസ് ദ ഗ്രൗണ്ട് റിയാലിറ്റി. ഇതാണ് യാഥാർത്ഥ്യം. വാർത്തകൾ പറയുന്നത്, അല്ലെങ്കിൽ ഇയാൾ ഓരോ ദിവസം വന്നിട്ട് ഗിമിക്ക്, എനിക്ക് തോന്നുന്നു മിമിക്രി ഷോ പോലെ വന്നിട്ട് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിനെയും ഓയിലിനെയും ഉത്തേജിപ്പിക്കാൻ വേണ്ടിയുള്ള ഇയാളെ പത്രസമ്മേളനം അല്ലാതെ ഒരു യാഥാർത്ഥ്യം വിളിച്ചോതുന്ന ഒരു കാര്യവും ഇയാൾ പറയുന്നില്ല. അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ള എല്ലാ വാല്യൂസും ഇല്ലാതാക്കിയ ഒരു ആളാണ് ഈ ട്രംപ് എന്ന് പറയേണ്ടി വരും. അമേരിക്കയിൽ ഇപ്പൊ നടക്കുന്ന റാലികളിലൊക്കെ മുഴങ്ങുന്ന മുദ്രാവാക്യം എന്താണെന്ന് വെച്ചാൽ ട്രംപ് ഷുഡ് ബി ഡംപ്ഡ് എന്നാണ്. ട്രംപിനെ ചവറ്റുകൊട്ടയിലേക്ക് എറിയണമെന്നാണ് അമേരിക്കൻ ജനത പറയുന്നത്. അമേരിക്കയിലുള്ള ബഹുഭൂരിപക്ഷം ജനങ്ങളും സർവേ നടത്തിയപ്പോൾ ഇപ്പൊ ലാസ്റ്റ് വീക്ക് നടന്ന ഒരു സർവേയിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആൾക്ക് ഈ പ്രായമായ ആൾക്ക്, ഈ വാർദ്ധക്യം ബാധിച്ച ഇയാൾക്ക് വാർദ്ധക്യ സഹജമായ മറവി രോഗം, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ പോലുള്ള കാര്യങ്ങളുണ്ടെന്നും, അതുപോലെ തന്നെ ഇയാളുടെ തീരുമാനങ്ങൾ കൊണ്ട് അമേരിക്ക പോലെ ഒരു ഹിസ്റ്ററിയുള്ള രാജ്യത്തിന്റെ ഗുണമേന്മയും അതിന്റെ നിലവാരവും ഇല്ലാതായിരിക്കുക എന്നതാണ് നോർമൽ ആയിട്ടുള്ള അമേരിക്കക്കാരുടെ ഇപ്പോഴത്തെ ഒരു വികാരം. ആ വികാരത്തിന്റെ പുറത്ത് ഇയാളെ ഇംപീച്ച്മെന്റ് ചെയ്യണമാണ്, ഇയാളെ പുറത്താക്കപ്പെടാൻ പോവുകയാണ്. അതിനു പുറമെ എപ്സ്റ്റീൻ ഫയലിൽ ഇയാള് ചെറിയ പെൺകുട്ടികളെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ ആരോപണങ്ങളൊന്നും പുറത്തേക്ക് വരെ സംസാരിക്കുക, അതിനെപ്പറ്റി ഒരു ചർച്ച വരെ സെനറ്റിൽ നടത്താൻ ഇയാൾ സമയം കൊടുത്തിട്ടില്ല. അപ്പം അത്രയും വലിയ യുദ്ധം ഇതിൽ കൊണ്ടേയിട്ടു. അപ്പൊ ജനങ്ങൾ വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ്. അമേരിക്കൻ ജനത ഇയാളെ ഇങ്ങനെ പിടിച്ച് പുറത്താക്കാൻ വേണ്ടി ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. ആ സമയത്താണല്ലോ ഇയാൾ കൊണ്ട് യുദ്ധം വെച്ചിട്ട് ശ്രദ്ധ തിരിച്ച് ചേഞ്ച് ദ ടോപ്പിക് എന്നുള്ള ഐഡിയയിലേക്ക് പോയത്. പക്ഷെ അതും പണി പാലും വെള്ളത്തിൽ കിട്ടിയിരിക്കുകയാണ്. സോ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഇതിൽ നോട്ട് ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ളൊരു പോയിന്റ്, ഈ അമേരിക്കയുടെ ആർമി ഇൻ ചീഫായിട്ടുള്ള റാൻഡി ജോർജ് പറഞ്ഞ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇറാന്റെ ഹിസ്റ്ററിയാണ്. ഈ കഴിഞ്ഞ 100 കൊല്ലത്ത് മാത്രം എടുക്കുകയാണെങ്കിൽ ഇറാന് ഒരു 4ഓളം മെയിൻ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ യുദ്ധങ്ങളിൽ ഒരു യുദ്ധത്തിലും എവിടെയും ഇറാൻ പരാജയപ്പെട്ടിട്ടില്ല. അവര് ഇതിൽ നിന്ന് ഇറാന്റെ സ്പെഷ്യാലിറ്റി ആയിട്ട് അദ്ദേഹം പറയുന്നത്, അവർ പരാജയപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഈ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങളിൽ അവർ സ്പെഷ്യലിസ്റ്റ് ആണ്. ഏതൊക്കെ സാധനങ്ങൾ ആദ്യം പ്രയോഗിക്കണമെന്നും ശക്തി കൂടിയ ഐറ്റംസ് ഇടക്കിടക്ക് കൊടുക്കണമെന്നും അവരുടെ സ്ട്രാറ്റജി തന്നെ നോക്കിയാൽ മതി. അമേരിക്ക വന്നിട്ട് ഫസ്റ്റ് തന്നെ അവരുടെ സുപ്രീം ലീഡറെ ബും 2 ബോംബിട്ട് വന്നിട്ട് അങ്ങ് പോയി. ഇറാൻ ചെയ്തത് എന്താ? ഇറാൻ വളരെ നമ്മുടെ എന്താ പറയുക 1 2 3 4 എന്ന് കൗണ്ട് ചെയ്യുന്ന പോലെ അവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, മറ്റിടത്തൊന്ന്, പിന്നെ ഇവിടെ ഒന്ന്, അമേരിക്കയുടെ ആരെങ്കിലും ഇതിൻ്റെ ആ ഒരു F-1 ഞാൻ വെടിവെച്ച് താഴെയിടുന്നു. പിന്നെ ഇസ്രായേലിലേക്ക് ആവശ്യമായ ക്ലസ്റ്റർ ബോംബുകളൊക്കെ സമയാസമയം കൊടുത്തുകൊണ്ടേയിരുന്നു. ഇറാൻ സ്ട്രാറ്റജിക്കലായിട്ടാണ് അവർ വാർ ചെയ്യുന്നത്. അവർക്കൊരിക്കലും ഇതൊരു ഈഗോ വാറല്ല.
ഇറാനെ സംബന്ധിച്ച് ഇതൊരിക്കലും ഈഗോ വാറല്ല, ഇറാനെ സംബന്ധിച്ച് ഇതൊരിക്കലും ഒരു പ്രസ്റ്റീജിന്റെ വാറല്ല. അവരെ ഡിഫെൻഡ് ചെയ്യുകയാണ്. അവരുടെ ഡിഫൻസ് മെക്കാനിസം എങ്ങനെ പ്രവർത്തിക്കുകയാണെന്നാണ് അവർ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത്. അല്ലാതെ അവർ ഈ അമേരിക്ക ചെയ്യുന്നത് പോലെ ഷോ ഓഫ് വാറോ അല്ലെങ്കിൽ ഞങ്ങളാണ് ലോകത്തിലെ ശക്തി എന്ന് കാണിക്കുന്ന രീതിയിലല്ല. അവർ വളരെ വളരെ ഗ്രൗണ്ട് ടു എർത്ത് ആയിട്ടാണ് അവരുടെ യുദ്ധം എന്ന് പറയേണ്ടി വരും. കാരണം നമ്മളിപ്പോൾ കണ്ടിരിക്കുന്ന സ്റ്റേജ് തന്നെ നോക്കിയാൽ മതി. ഇപ്പം ഇതിൽ അവരൊരു സ്റ്റേറ്റ്മെന്റും പുറപ്പെടുവില്ല. അവർ പറഞ്ഞു ഒരു F-15 നമ്മുടെ ഇവിടെ ബോംബിടാൻ വന്നു, നമ്മൾ കണ്ടു, അതിന് ഷൂട്ട് ചെയ്ത് താഴെയിട്ടു. വേറൊരു A-10 വിമാനം അവിടെ വന്നു, നമ്മൾ അതിനെ ഷൂട്ട് ചെയ്തു താഴെയിട്ടു. അപ്പോൾ അതിനെ രക്ഷിക്കാൻ റെസ്ക്യൂ ടീമായ പൈലറ്റ് മറ്റേ ഹെലികോപ്റ്റർ ടീം വന്നപ്പോൾ അതിനെ പോലീസുകാർ ഷൂട്ട് ചെയ്യുന്നു, ഡൗൺ ചെയ്യുന്നു. അപ്പോൾ അവർ ഒരു എന്താ പറയുന്നത്, വളരെ പ്രൊഫഷണലായിട്ട് എത്തിക്സ് വാറാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇതുണ്ടായപ്പം തന്നെ പത്രപ്രവർത്തകർ ട്രംപിനോട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ നിങ്ങളെ വിമാനങ്ങളെല്ലാം വിട്ടിനല്ലോ, അപ്പൊ ഇതുവരെ സമ്മതിച്ചിട്ടില്ല, ഇതുവരെ ഇറാൻ ഒന്നും അടിച്ചിട്ടില്ല എന്ന് പറഞ്ഞത്. ആ ട്രംപ് പറയാണ്, ഇറാന് വിമാനം നമ്മുടെ F-15ഉം A-10 ഒക്കെ അടിച്ചിടുന്നതൊക്കെ സ്വാഭാവികമാണ്. കാരണം ഒരു യുദ്ധമാകുമ്പോൾ അപ്പുറം ഇപ്പുറം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതൊന്നും ഞങ്ങളുടെ ചർച്ചയെ ബാധിക്കില്ല. ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആരാ ചർച്ച ചെയ്യുന്നതെന്നാണ്. ഇയാൾ ഒരാഴ്ച മുമ്പേ പറയുന്നുണ്ട് ഇറാനുമായി ചർച്ച നടക്കാണ്. എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ, ഈ പാകിസ്ഥാന്റെ ഒരു ഹെഡ് ഉണ്ടല്ലോ, ആർമി ചീഫ്, അവിടുത്തെ പ്രസിഡന്റായിട്ട് വർക്ക് ചെയ്യുന്ന മറ്റേ ജനറൽ മുനീർ, ഈ ഫ്രോഡ് ചിലപ്പോൾ ട്രംപിനോട് പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി നെഗോസിയേഷൻ സംസാരിക്കുന്നുണ്ട് എന്നായിട്ടും പറഞ്ഞിട്ട് ഇയാളെ പറ്റിക്കുന്നുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ പേരിൽ കുറച്ച് യുദ്ധവിമാനങ്ങളും കുറച്ച് ബോംബും ഇതെല്ലാം വാങ്ങി വെച്ചിട്ട് ഈ പാവപ്പെട്ട ഇവിടെയുള്ള മറ്റേ ബോർഡറിലുള്ള അഫ്ഗാനിലുള്ള ആൾക്കാരെയും പിന്നെ ഇപ്പുറത്ത് ഇന്ത്യയൊക്കെ ഇതാക്കാലോ, നശിപ്പിക്കാലോ കുറച്ച് കഴിഞ്ഞാൽ. അപ്പൊ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ക്രൂക്കഡായിട്ട് പാകിസ്ഥാൻ ഇതിൽ ഡബിൾ റോൾ കളിക്കുന്നുണ്ടാവും. ഇപ്പൊ ഇറാന്റെ അടുത്ത് പോയിട്ട് ഞങ്ങളൊന്നിനും ഇല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ കുഞ്ഞു നിൽക്കലും, ട്രംപിന്റെ അടുത്ത് പോയിട്ട് ട്രംപ് ഏട്ടാ ഞങ്ങളിതാ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാണ്, നെഗോസിയേഷൻ ടോക്കിന് വേണ്ടി തയ്യാറാണെന്ന് പറഞ്ഞിട്ട് മാക്സിമം ബെനിഫിറ്റ്സ് ട്രംപിന്റെ കയ്യിൽ നിന്നും ഈ പാകിസ്ഥാൻ അടിച്ചെടുക്കുന്നുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഗസ് ചെയ്യുന്നത് അങ്ങനെയാണ്. അല്ലാതെ ഈ ട്രംപ് പിന്നെ ഒരു ദിവസം 4 പ്രാവശ്യം വരുന്ന മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് മീറ്റിംഗ് നടത്തുന്നത്, ഭയങ്കരമായ മീറ്റിംഗാണ് നടക്കുന്നതെന്നൊക്കെ എന്തിനാണ് പറയുന്നത്? ഐ ഗസ്. അപ്പോൾ ലെറ്റ്സ് സീ വാട്ട്സ് ഗോയിങ് ഓൺ.